ഹായ് ഹലോ, ഞാൻ ഡോക്ടർ ഉണിമായ. ഒരു ടോക്സിക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണോ നിങ്ങൾ? മേ ബി അതൊരു വർക്ക് പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരിക്കാം, വാട്ട് എവർ. അത്തരത്തിലൊരു ടോക്സിക് അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ട് എന്ത് ചെയ്യണം എന്ന കൺഫ്യൂഷനിലാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതെന്നും കൂടെ പറയാം. ഞാൻ പഠിപ്പിച്ചു വിട്ട ഒരു സ്റ്റുഡന്റ് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആഗ്രഹത്തിന് ശേഷമാണ് ഒരു നല്ലൊരു ജോലി ലഭിക്കുന്നത്. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ, ആ കുട്ടി വിവാഹശേഷം 2 കുട്ടികളുണ്ട്. അപ്പൊ ആ ഒരു മദർഹുഡിൽ സ്ട്രഗിളിങ്ങിന്റെ സമയത്താണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ആ സ്ട്രഗിളിങ്ങിലും ആ കുട്ടി ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത്. ആൻഡ് ഫൈനലി ഒരു ജോലി കിട്ടി വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആൻഡ് റീസെന്റ് എനിക്ക് മെസ്സേജ് വന്നത് ഇങ്ങനെയാണ്: മാം, എനിക്ക് ആ ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്നത്. ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ആ ജോലി ലഭിക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് ആ ജോലി ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. മാമിന്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്നാണ് ചോദിച്ചത്. ആൻഡ് ഞാൻ റീസൺ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, എനിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ തീരെ പറ്റുന്നില്ല, വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പരസ്പരം കുറ്റം പറയും, കുശുമ്പും കുന്നായ്മയൊക്കെയാണ്. അത് മാത്രമല്ല മേലുദ്യോഗസ്ഥരെ കുറിച്ച് അനാവശ്യം പറയുകയും ചെയ്യുന്നു. എനിക്കത് വളരെയധികം മാനസിക സമ്മർദ്ദം, ടെൻഷൻ ഉണ്ടാക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല, എങ്കിൽ പോലും എനിക്കിത് കേൾക്കേണ്ടി വരെയാണ്, അല്ലെങ്കിൽ എനിക്കിത് ശ്രദ്ധിക്കേണ്ടി വരെയാണ്. സോ എനിക്കും പേടിയാവുന്നു. കാരണം ഇൻ കേസ് എന്റെ പേരും കൂടെ ഇതിൽ വന്നാലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് വളരെ ടെൻഷൻ പിടിച്ചൊരു അറ്റ്മോസ്ഫിയർ ആയി കഴിഞ്ഞു ആ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. സോ ഐ വോണ്ട് ടു റിസൈൻ. മാമിന്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്തരത്തിൽ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയിലോ അല്ലെങ്കിൽ കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത് ഹസ്ബൻഡ് ഫാമിലിയിലോ ഇത്തരത്തിൽ ടോക്സിക് അറ്റ്മോസ്ഫിയർ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ നമുക്കൊരു കഥ കേട്ടാലോ. കഥ ഈ ഒരു സെയിം സ്റ്റോറി തന്നെയാണ്. അതായത് ഈ കുട്ടിയെ പോലെ തന്നെ ഒരു വ്യക്തി വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണ്. അങ്ങനെ ഫൈനലി അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കമ്പനിയിലെ ഇന്റർവ്യൂ വരികയാണ്. അങ്ങനെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കമ്പനിയിൽ ജോലി ലഭിക്കുകയാണ്. സോ ജോലി ലഭിച്ചതിന് ശേഷം അത്രയും സന്തോഷത്തോടെ അദ്ദേഹം ജോലിക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് പോകുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ജോലിയൊന്നും വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. മേലുദ്യോഗസ്ഥരെ കഴിഞ്ഞ് വഴക്കൊക്കെ കേൾക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സഡൻലി ഇദ്ദേഹം വന്നിട്ട് മാനേജർക്ക് ഒരു റിസൈൻ ലെറ്റർ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, എനിക്കിനി ജോലി ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാണ്. അപ്പൊ മാനേജർ ചോദിക്കും, എന്താണ് അതിനിപ്പോ ഉണ്ടായത്, എന്താണ് റീസൺ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ മാനേജർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇദ്ദേഹത്തെ. അപ്പോൾ ഇദ്ദേഹം മാനേജറുടെ അടുത്ത് പറയും, എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തീരെ പറ്റുന്നില്ല, വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കാരണം എപ്പോഴും നോക്കുന്ന സമയത്ത് കൊലീഗ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു, പരദൂഷണം പറയുന്നു, ഇതൊക്കെയാണ്. അത് മാത്രമല്ല എനിക്ക് ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു അറ്റ്മോസ്ഫിയർ കാരണം. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ മേലുദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് സ്ഥിരം വഴക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും സാറിന് അറിയാലോ. സോ എനിക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു, ഞാൻ മറ്റെവിടെയെങ്കിലും ജോലിക്ക് നോക്കട്ടെ എന്ന് ഇദ്ദേഹം പറയാണ്. അപ്പോൾ ഈ ഒരു മാനേജർ പറയും, ശരി, അങ്ങനെയാണെങ്കിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ഒരു ജോലി കൂടെ തീർത്ത് തന്നിട്ട് താങ്കൾ പൊയ്ക്കോ എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം ചോദിക്കും, എന്താ ഇനി അതും കൂടെ ചെയ്താൽ മതിയെങ്കിൽ ഓക്കെ ഫൈൻ, ഞാൻ ചെയ്യാൻ റെഡിയാണ്, എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഈ മാനേജർ പറയും, ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്തു കൊടുത്തിട്ട് പറയും, ഈ ഗ്ലാസും വെള്ളവും നിങ്ങൾ എടുത്തിട്ട് ഈ ഒരു ഓഫീസിന് ചുറ്റും ഒരു 3 റൗണ്ട്സ് ഫിനിഷ് ചെയ്തിട്ട് വരണം. ഒരു തുള്ളി പോലും തുളുമ്പി പോകാൻ പാടില്ല. ഒരു 3 റൗണ്ട്സ് എടുത്തിട്ട് നിങ്ങൾ തിരികെ കൊണ്ട് എനിക്ക് തരണം എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും, ഇതിപ്പോ എന്ത് വട്ടാണപ്പാ, ഇതൊക്കെ എന്ത് വട്ടാണ്, സാരില്ല, എന്തായാലും ഇറങ്ങാൻ പോവല്ലേ, ഇതും കൂടെ ചെയ്തു തീർത്തിട്ട് അങ്ങ് ഇറങ്ങാം എന്ന് വിചാരിക്കും. അങ്ങനെ ആ ഒരു വെള്ളവും ഗ്ലാസും കൂടെ വാങ്ങിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ആ ഓഫീസിന് ചുറ്റും 3 റൗണ്ട്സ് വെച്ചിട്ട് എല്ലായിടത്തും പോയി 3 റൗണ്ട്സ് വെച്ചിട്ട് ആ വെള്ളം എന്ത് ചെയ്യും, ഒരു തുള്ളി പോലും തുളുമ്പി പോവാതെ ശ്രദ്ധിച്ച് ആ മാനേജർക്ക് തിരികെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് പറയും, സർ, ഒരു തുള്ളി പോലും തുളുമ്പി പോയിട്ടില്ല, ഞാൻ 3 തവണ റൗണ്ട്സ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം അത് തിരികെ വാങ്ങിച്ചിട്ട് ഇദ്ദേഹം ഈ വ്യക്തിയോട് ചോദിക്കും, മാനേജർ ചോദിക്കും, നിങ്ങളിപ്പോ ഈ 3 റൗണ്ട്സ് വെച്ച സമയത്ത് കൊലീഗ്സ് തമ്മിൽ എന്തെങ്കിലും കുറ്റങ്ങൾ പറയുന്നത് കണ്ടോ? അപ്പൊ അദ്ദേഹം പറയും, ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് ആരെങ്കിലും നോക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. നിങ്ങളെ ആരെങ്കിലും തുറിച്ചു നോക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. മേലുദ്യോഗസ്ഥരെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾ ഇവിടുത്തെ കൊലീഗ്സ് ചെയ്യുന്നതോ പ്രവർത്തിക്കുന്നതോ സംസാരിക്കുന്നതോ എന്തെങ്കിലും കണ്ടിട്ടില്ല? അപ്പോൾ ഇദ്ദേഹം പറയും, ഇല്ല, കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ മാനേജർ പറയും, ഇങ്ങനെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്.
അതായത് നിങ്ങളിപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ഡ്രോപ്പ് പോലും തുളുമ്പി പോകരുത് എന്ന കാരണം കൊണ്ട് ഈ ഒരു വാട്ടറിൽ മാത്രമാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിൽ മാത്രമാണ് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ചുറ്റും നടക്കുന്ന അനാവശ്യമായിട്ടുള്ളതൊന്നും താങ്കൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് താങ്കൾക്ക് ഈ വർക്ക് വളരെ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് തീർക്കാനും സാധിച്ചു, ആൻഡ് വേഗത്തിൽ തന്നെ. സോ ഇത്തരത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും ആരാണ്, ഏത് അറ്റ്മോസ്ഫിയർ ആണ് എന്നതിലൊന്നും ഒരു വിഷയമല്ല. ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. നിങ്ങൾ ഇനി ഇവിടുന്ന് റിസൈൻ ചെയ്ത് മറ്റൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഇതേ അവസ്ഥയായിരിക്കില്ലെന്ന് എന്താ ഉറപ്പുള്ളത്? കാരണം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവർ പറയുന്നതിലോ പ്രവർത്തിക്കുന്നതിലോ നമുക്ക് കൺട്രോൾ ചെലുത്താൻ പറ്റില്ല. നമുക്ക് എന്തിനു മാത്രമേ കൺട്രോൾ കൊടുക്കാൻ പറ്റുള്ളൂ? നമ്മുടെ മനസ്സിന് മാത്രമേ കൺട്രോൾ കൊടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക, നമ്മുടെ വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ അവിടെ ഹാപ്പി ആയിരിക്കും, നമ്മൾ അവിടെ സക്സസ്ഫുൾ ആയിരിക്കും. ഈ പറയുന്ന ഓരോ അനാവശ്യമായിട്ട് കാര്യങ്ങളും നമ്മളെ ബാധിക്കില്ല. അതിൻ്റെ ഒരു വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിക്കോട്ടെ. ഇനി ഫാമിലിയിൽ ഇത്തരം കാര്യങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം കാര്യം ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? ആ മക്കളുടെ കാര്യം നന്നായിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? വാട്ട് എവർ, നിങ്ങൾ ഏത് റോളാണോ ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതിരിക്കുക എന്നതാണ്. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു പക്ഷേ ഈ ഒരു ടോക്സിസിറ്റി വളരെയധികം, അതായത് ഡേഞ്ചറസ് ആയിട്ട് നിങ്ങളെ ബാധിക്കുന്ന ഒന്നാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വർക്ക് പ്ലേസിൽ അത്രയും ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ, വളരെ ഡേഞ്ചറസ് ആവുന്ന തരത്തിലുള്ള ടോക്സിസിറ്റി നേരിടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്നും റിസൈൻ ചെയ്തിട്ട് മറ്റൊരു കമ്പനിയിലേക്ക് പോവാം. അല്ലെങ്കിൽ അതൊരു ഫാമിലിയിലാണെങ്കിൽ ആരിൽ നിന്നാണോ ആ ഒരു പ്രശ്നം നേരിടുന്നത് അത് നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാം. എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ടവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക തന്നെ വേണം. ഓക്കെ, ഒരിക്കലും അത്തരം ഡേഞ്ചറസ് ആയിട്ടുള്ള ടോക്സിസിറ്റി സഹിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അപ്പം ചെറിയ ഈ പറയുന്ന പോലെ നമ്മൾ എവിടെ പോയാലും ഈ പറയുന്ന കുട്ടി ടോക്സിസിറ്റി എന്തായാലും ഉണ്ടാവും. കുറ്റം പറയാ, പരദൂഷണം പറയാ, അനാവശ്യം പറയാ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വായി മൂടിക്കെട്ടാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് നാൾ കൊണ്ട് കഷ്ടപ്പെട്ട് ഒരു സ്വപ്നം നേടിയെടുത്ത പോലെ കിട്ടിയ ജോലി നശിപ്പിക്കേണ്ട ഒരു കാര്യമില്ല, കളയേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഒരിക്കലും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഒരിക്കലും എവിടെയും കണ്ടെത്താൻ സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക, അവോയ്ഡ് ചെയ്യുക, ആൻഡ് ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് തുടർന്ന് നിങ്ങൾക്ക് വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ, ബൈ ബൈ, സീ യു.